നമസ്കാരം. ഇന്ന് പുറത്തു പോയപ്പോൾ ഒരു ഫോൺ കണ്ടു. ഒരു ചങ്ങാതിന്റെ നമ്മുടെ സുഹൃത്തിന്റെ ഒരു ഫോൺ ഇരിക്കുന്നത് കണ്ടു. ആ ഫോണിന്റെ ഒരു ചെറിയൊരു വിശേഷം പറയാനാ വന്നത് കേട്ടോ. ചെറിയ വിശേഷമല്ല, അത്യാവശ്യം വലിയ വിശേഷമാണ്. നമുക്ക് തിരിച്ചറിയാത്തത് കൊണ്ട്, എന്ത് ചെയ്യണം നമുക്ക് അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന വലിയ ധനനഷ്ടം, മാനനഷ്ടം എല്ലാം ഉണ്ടാവും. ഫോണ് 42,000 രൂപേന്റെ ഫോണ്. നല്ല കാശ് കൊടുത്ത് വാങ്ങിയതാണ്. കമ്പനി ഞാൻ പറയുന്നില്ല, കാര്യം എല്ലാ കമ്പനിയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. മര്യാദയ്ക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫോണ്. ഒരു ദിവസം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു. അറിയാലോ, ഓൺലൈനിൽ അപ്ഡേഷൻ ഇങ്ങനെ ചോദിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ 3 പച്ച വര താഴേക്ക്. ആ 3 പച്ച വര താഴേക്ക് വന്ന അന്ന് മുതൽ മൂപ്പര് നിരാശവാനായി. സർവീസ് സെന്ററിൽ കൊണ്ടുപോകുമ്പോൾ ഡിസ്പ്ലേ മാറണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് വരെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നവരെ ഡിസ്പ്ലേക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ വര വരുന്നത് അന്വേഷിച്ചപ്പോൾ ഒരുപാട് ഫോണുകളിൽ, വില കൂടിയ ഫോണുകൾ, ഇന്ന കമ്പനി എന്നൊന്നുമില്ല, വില കൂടിയ മിക്ക കമ്പനികളിലും ആൻഡ്രോയിഡ് അപ്ഡേഷൻ വന്നു കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. അത് മനസ്സിലായി. ചിലരൊക്കെ അത് സഹിച്ചിങ്ങനെ കൊണ്ട് നടക്കുക, ചിലരൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഡിസ്പ്ലേ മാറുന്നു. ഇതാണ് അവസ്ഥ. എന്റെ പൊന്നാര ചങ്ങായിമാരെ, നിങ്ങൾ 5ന്റെ പൈസ മുടക്കണ്ട. അത് വാറണ്ടി പീരീഡ് ആണോ, വാറണ്ടി പീരീഡ് അല്ലേ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. സോഫ്റ്റ്വെയർ അപ്ഡേഷനെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ഫോൺ കേടുവന്ന് പോയി കഴിഞ്ഞാൽ അത് നേരെ സർവീസ് സെന്ററിൽ കൊണ്ടുപോവുക. ഡിസ്പ്ലേ മാറ്റിയിട്ട് അല്ലെങ്കിൽ എങ്ങനെ മാറ്റിയിട്ടല്ലോ അതിന്റെ കംപ്ലൈന്റ് ശരിയാക്കി തരാൻ പറയാം. അത് വാറണ്ടി ഇല്ല, കീറണ്ടി ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ആരാണോ അതിന്റെ ഉത്തരവാദികൾ അവരത് ചെയ്തിട്ട് ആ സർവീസ് സെന്റർ ചെയ്തൊരു നിർബന്ധമാണ്. ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ ബില്ല് ഒരു കാരണവശാലും കളയരുത്. ബില്ല് ഇല്ല എന്ന് പറഞ്ഞാലും ബില്ല് വാങ്ങി സൂക്ഷിക്കണം. ആ ബില്ല്, അന്ന് വാങ്ങി വെച്ചിരുന്ന ബില്ലും ഈ ഫോണും ഇതിന്റെ ഡീറ്റെയിൽസും എല്ലാം കൂടെ വെച്ചിട്ട് ഉപഭോക്തൃ ഫോറത്തിൽ ഒരു പരാതി, കുറഞ്ഞ പൈസയുള്ള 4-5 റുപ്യന്റെ കേസേ ഉള്ളൂ, പേപ്പറും എല്ലാം കൂടെ ആയിട്ട് ഒരു പരാതി എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിന്റെ വിലയും കിട്ടും, കോടതി ചെലവിനുള്ള പൈസയും തിരിച്ചു കിട്ടും. ഇതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ വെറുതെ വരയും കെട്ടി തൂക്കിയിട്ട് നടക്കണ്ട. പല പ്രശസ്തരായ ബ്ലോഗർമാരും ഈ വരയും തൂക്കി ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൺസ്യൂമർ ഫോറത്തിൽ ഒരു പരാതി കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് വര വരുന്നത് സർവ്വസാധാരണമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അറിയാവുന്നത് കൊണ്ട് വെറുതെ എന്തിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞിട്ട് കാശ് കൊടുത്തിട്ട് കടിക്കുന്ന നായ വാങ്ങിക്കേണ്ട ആവശ്യം? നമ്മൾ കാശ് കൊടുത്ത സാധനം വാങ്ങി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ. അത് മര്യാദയ്ക്ക് ഉപയോഗിക്കണ്ട. ഡിസ്പ്ലേന്റെ മുകളിൽ 3-4 വരയിട്ട എന്തിനെ കൊള്ളാവുന്നത്? വീഡിയോ കാണാൻ കൊള്ളൂല, ഒന്നും കാണാൻ കൊള്ളില്ല, ഈ നമ്പർ പോലും കാണില്ല, ഒരു തേങ്ങാപ്പണ്ടാക്കും കാണൂല. അപ്പോൾ അതൊന്നും വേണ്ട. അത് നേരെ നിങ്ങൾ കൺസ്യൂമർ ഫോറത്ത് പോവുക, മര്യാദയ്ക്ക് അവരെ കമ്പനിയെ വിളിക്കുക, കമ്പനിയായിട്ട് ബന്ധപ്പെടുക, കമ്പനി സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെടുക. അവർ പരിഹരിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കൺസ്യൂമർ ഫോറത്തിൽ പോവുക. അതിൽ നാണക്കേട് സമയപോക്കും ഒന്നും നോക്കണ്ട. ആ ഫോണിന്റെ പൈസ തിരിച്ചു കിട്ടും. ഇനി 2-3 കൊല്ലം കഴിഞ്ഞാലും ആ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും നിങ്ങൾ അതൊന്നും നോക്കണ്ട. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊണ്ടാണ് ലൈൻ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിന്റെ പൈസയും കിട്ടും, കോടതി ചെലവിനുള്ള പൈസയും കിട്ടും, നിങ്ങൾക്ക് പുതിയ ഫോണും വാങ്ങാം. പോരെ നിങ്ങൾക്ക് Different angles. Don't forget to subscribe and support this channel.